ആരും വേണ്ട ഇടിക്കാത്തൊന്നും 5 മിനിറ്റ് വേണ്ടാന്ന് വേണ്ട വേണ്ട പരിപാടി വേണ്ട. നിങ്ങൾക്ക് എനിക്ക് തന്നിട്ടുണ്ടോ ഒരു സംസാരിക്കണ്ടാണ് സംസാരിക്കണ്ട ശരി നിങ്ങളെ മനസ്സിലാക്കി ഞാൻ അതിനേക്കാൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. വേണ്ട 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 കോപ്പി എൻ്റെ അടുത്തുണ്ട്. നിങ്ങളെങ്ങനെ കോപ്പി എൻ്റെ അടുത്തുണ്ടല്ലോ കോപ്പി. ഇത് നിങ്ങളെ വേണ്ട വേണ്ട പരിപാടിയെ വേണ്ട. വിജയൻ എന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ ജോലി ചെയ്തിരുന്നതല്ലേ? എന്ത് മനസ്സിലാക്കി നിങ്ങളൊന്ന് പറയും. ഏത് തീരുമാനം ആ തീരുമാനത്തെ വേണമെന്നുണ്ടല്ലോ എല്ലാം കോടതിയുടെ അനുവാദത്തോടുകൂടി കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലോ ഇല്ലല്ലോ ഒന്ന് കാണിച്ചത് വേണ്ടത് എനിക്ക് ഇരിക്കേണ്ടത് എനിക്കിരിക്കേണ്ട സമാധാനം വേണ്ട വേണ്ട ഒരു കാര്യം സമ്മതിക്കൂല വെക്കാൻ ആ പരിപാടിയൊന്നും വേണ്ട. നിങ്ങൾക്ക് സംസാരിക്കാൻ മതി. എന്താ ഇതിന്റെ ഫാക്ട് മനസ്സിലാക്കാം. 5-6 പോയിന്റ് ഈ കേസ് എന്തിനാണ് അവിടെയുള്ളത്? കേസ് എങ്ങനെ നിലവിലുള്ളത്? കേസ് തീർക്കാൻ പറഞ്ഞെങ്കിൽ അടുത്ത നിങ്ങൾക്ക് രണ്ടാമതൊരു ഇതിന് പോകാൻ പറ്റില്ല. അവിടെ നിങ്ങൾക്ക് അതറിയുള്ളൂ. അതൊക്കെ കോടതിയുടെ മേൽനോട്ടത്തിലും പറഞ്ഞ് കംപ്ലീറ്റ് എഴുതി വെച്ചാൽ നാല് പോയിന്റ് എഴുതിയിട്ട് പറയാം. ഇത് വായിച്ചിട്ട് മനസ്സിലാക്കി മലയാളം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കി. ഇല്ലെങ്കിൽ ബാക്കി കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതെന്താണെന്ന് എനിക്കറിയാം. നമ്മൾ ഈ കാര്യങ്ങൾ അവസാനം ജനറൽ ബോഡിന്റെ അംഗീകാരത്തോട് മുന്നോട്ട് പോകാൻ അതിന്റെ നിയമം വായിക്കാൻ ആ ഒരു കോടതിന്റെ അല്ല 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 ഇത് മുഴുവൻ വായിച്ചെന്നാ ഇതിന് വായിച്ചിട്ട് മുഴുവൻ അർത്ഥം പറഞ്ഞാൽ ഇരിക്കണ്ട. ഇവിടെ ഇരിക്കണ പ്രശ്നമില്ല. ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തോടെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഞാൻ ഉണ്ടാക്കാൻ മറ്റുള്ള ആൾക്കാരെ ഇരുന്നിട്ട് സംസാരിക്കാം. എന്ന് വേണമെങ്കിൽ സംസാരിക്കാം. എപ്പോഴാണ് സംസാരിക്കുന്നത്? എപ്പോഴും വേണമെന്ന് പറഞ്ഞോളൂ. നാളെ പറ്റില്ല. എനിക്ക് വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച നിൽക്കണം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ഒരു അർത്ഥമാണ്. നിങ്ങൾ കോടതിയിൽ ഒരു കേസ് കൊടുക്കുക. ഞങ്ങൾ അഭിപ്രായവും പറഞ്ഞു വേണ്ട ഒരു കാരണം അതാണ് ശരി. എനിക്ക് രാജേഷ് വായ വിളിക്കേണ്ട. എൻ്റെ അടുത്ത് വായ വിളിക്കേണ്ട. ആ എനിക്ക് കൂടാവേണ്ടതാണ്. എന്താ കേസുള്ളത്? നിങ്ങൾ ഇത്ര കാലം 2-3 വർഷമായി കേസ് നടത്താൻ പോയത് പിന്നെയും പോകുന്നതിന്റെ എന്താ ഇതിന്റെ അർത്ഥമുള്ളത്? നിങ്ങൾക്കൊന്നും മനസ്സിലാക്കണ്ടേ? നിങ്ങൾ ജോലിയിൽ ഇരുന്നാണേ ഒന്നും ചെയ്യണ്ട. ഞാൻ വെള്ളിയാഴ്ച ശനിയാഴ്ച ഞാൻ അവരോട് ഇതാക്കിയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് എപ്പോഴാണ് എവിടെ ഇരിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ നിങ്ങളെല്ലാവരും എപ്പോഴാണെങ്കിലും വിളിക്കും. പക്ഷേ ഈ വരെ എനിക്ക് വേണ്ട ഇരിക്കേണ്ട ആ ഇരിക്കുന്ന ദിവസം വേണ്ട. പക്ഷേ ഉണ്ടായിക്കൊണ്ട് വന്നതേ നടക്കില്ല. ഞാൻ കാര്യം പറയാം. ഉറപ്പാണത്. ഇത് പറ്റിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയില്ല. രാജേഷിന്റെ ഭാഷയിൽ അത് വളരെ ശുദ്ധമാണ്. എന്റെ ഭാഷയിൽ അത് എനിക്ക് പറയാനുണ്ടല്ലോ. അത് പറയാം. ശരിയായിട്ട് ഞാൻ എവിടെ ഇല്ല നിങ്ങൾ പറയാൻ ഓടുന്ന ഞാൻ ആരടുത്ത് പറഞ്ഞു? അല്ല എന്നാ ഇന്ന ദിവസം നിശ്ചയിക്കാൻ പറയും.
വിജയേട്ടനും പുള്ളിയും കൂടി ഇന്ന ദിവസം നിശ്ചയിക്കാൻ പറയും. പിന്നെ മറ്റന്നാൾ വന്നിട്ട് ഞാൻ അങ്ങനെയായിരുന്നു പറയാൻ പാടില്ലല്ലോ. സംസാരിച്ചിട്ട് ഏത് ദിവസമാണ് പറയാൻ പറയും, ഏത് ദിവസമാണെന്ന് പറയാൻ പറയും. അവരായിട്ട് സന്ദർഭങ്ങൾ ഉണ്ടാക്കി ആദ്യം. ഇതൊക്കെ കുറെ കഴിഞ്ഞതല്ലേ ആരെന്ന് പറഞ്ഞ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ചോദിക്കേണ്ടത് എന്നെ അഭ്യക്ഷനാക്കിയൊക്കെ ചങ്ങാതി പഴയത് പറയല്ല. ഇയാൾ എന്റെ അടുത്ത് ചോദിക്കാതെ എന്നെ പിടിച്ച് അധ്യക്ഷനാക്കിയത് അവരെ പുറത്താക്കാൻ. ഇയാള് പറയുന്നത് നമ്മൾ കേട്ടോളുന്നുണ്ടാവും. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് വർത്തമാനം പറഞ്ഞ് ഒറ്റയ്ക്ക് നടക്കണം. ഇരിക്കാം, ഞങ്ങൾ ഇരിക്കേണ്ട തീരുന്ന പ്രശ്നമോ നിങ്ങൾ ഇരിക്കേണ്ട സ്വകാര്യത്തിൽ ഞങ്ങൾ ഇരിക്കേണ്ടത് പച്ചക്കറിന്റെ കാര്യം പച്ചക്ക് പറയണ്ടേ, ഇത് ചെയ്യേണ്ടത് ഞങ്ങൾ ഇരിക്കേണ്ട അവർക്ക് പോകണത്. അങ്ങനെ എത്തിയിട്ടാണ് പണ്ട് കൊടുത്തത്. സമാധാനപരമായിട്ട് ഒരു ധാരണ പൂർണ്ണമായിട്ട് മനസ്സിലാകുമ്പോൾ ആള് ചെയ്യും. ഈ രാജേഷിൻ്റെ അടുത്ത് ഇത് കുറച്ച് ദിവസമായി ഒന്ന് ആൾക്കാരെല്ലാവരും ഇത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് എന്താ മാറ്റേണ്ടത് എന്നുള്ള ഒരു വിളിച്ചിട്ടുണ്ടോ? രഘുവിൻ്റെ അടുത്തല്ല, എല്ലാവരും കൂടാണ് ഉദ്ദേശിച്ച കേസിൽ എല്ലാവരും കൂടാണ്. ഇവർ ഒരുമിച്ചിരിക്കാനുള്ള സംവിധാനം ചിരിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടേ? നാളെ മോശം ചിരിക്കുകയും ചെയ്യണ്ടേ? വേണ്ടേ? അത് ഇന്നതുപോലെ